ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിൻ്റെ 26ാമത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ബുക്കുകളാണ്. അതായത് ഒരു ബുക്കും പിന്നെ ഒരു ചെറിയൊരു കഥയാണ്, ചെറുകഥ ആണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ വായുപുത്രന്മാരുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ അമീഷിൻ്റെ ശിവ ട്രയോളജിയുടെ 3ാമത്തെ ബുക്ക്. പിന്നെ അതുപോലെ തന്നെ പി നരേന്ദ്രനാഥ് എഴുതിയ കുഞ്ഞിക്കൂവനും കൊച്ചുനേരാനും തിരഞ്ഞെടുത്ത ബാല നോവലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലെ ഇതിൽ 4 നോവലുകളുണ്ട്. ഞാനിത് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് എൻ്റെ ഒരു ബ്ലോഗിൽ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം ഇട്ടിട്ട വീഡിയോയിൽ ഞാൻ ഈ ബുക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്കിലുള്ളത് എന്ന് പറയുന്നത് 4 നോവലുകളാണ്. കുഞ്ഞിക്കൂനൻ, കുറുമ്പൻ കുഞ്ഞുണ്ണി, ഇത്തിരി കുഞ്ഞൻ, കൊച്ചുനീരാണ്ടൻ. അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞൻ എന്നുള്ള കഥയുടെ അല്ലെങ്കിൽ ആ ഒരു നോവലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റിവ്യൂ കിടക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ റിവ്യൂ, അതായത് ഇത്തിരി കുഞ്ഞിൻ്റെ റിവ്യൂ ചെയ്യാം. ഇത് ഇത്തിരി കുഞ്ഞൻ എന്ന് പറയുന്ന നോവൽ വരുന്നത് 3ാമതായിട്ടാണ്. 135ാമത്തെ പേജ് മുതലാണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത്. കുറുമ്പൻ കുഞ്ഞുണ്ണിക്ക് ശേഷമാണ് ഇത്തിരി കുഞ്ഞൻ എന്ന് പറഞ്ഞ നോവൽ തുടങ്ങുന്നത്. ഈ ഒരു നോവൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തള്ളവിരലിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കുട്ടിയാണ് ഈ ഇത്തിരി കുഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ ആ ഇത്തിരി കുഞ്ഞിൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. വളരെയധികം രസകരമായി, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഹാസ്യരൂപേണയും ഒക്കെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം സിമ്പിളായുള്ള ഭാഷയാണ്. മാത്രമല്ല ബാല നോവലുകളാണ്, ബാലസാഹിത്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് ഈ ഒരു ഇത്തിരി കുഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോവൽ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കുകയായിരിക്കും. ഇത് 4 ഞാൻ വാങ്ങിച്ചത്. പ്രൈസ് എന്ന് പറയുന്നത് 260 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു നോവൽ ഫുള്ളായിട്ടുള്ള ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാമ്പഴം ബുക്സാണ്. DC ബുക്സിൻ്റെ മറ്റൊരു മുദ്രണമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പെയിൻറ്റിങ്സും പിക്ചേഴ്സൊക്കെ ഉണ്ട്. അത് വരച്ചിരിക്കുന്നത് സുനിൽകുമാർ MT എന്ന പേരുള്ള ഒരു ചിത്രകാരനാണ് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. ഈ ഒരു നോവലിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇത്തിരി കുഞ്ഞൻ എന്ന് പറഞ്ഞ നോവലിൽ കൂടി വായിക്കാനുള്ള ഒരു 35 പേജുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാനും പറ്റും. മാത്രമല്ല 9 അധ്യായങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ഒത്തിരി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് വായിച്ചു തീർക്കാം. അതൊക്കെ രസകരമായ രീതിക്ക് കൂടിയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, ഇങ്ങനത്തെ ഫാൻറ്റസി നോവൽസും അതുപോലെ തന്നെ കുറച്ചൊന്ന് രസകരമായിട്ടുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള നോവൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നോവൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു നോവൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. നല്ല ഹാസ്യരൂപേണ കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇത് അമീഷ് ത്രിപതിയുടെ വായുപുത്രന്മാരുടെ ശപഥം എന്നുള്ള നോവൽ. ഈ ഒരു നോവൽ എന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശിവ ട്രയോളജിയിലത്തെ 3ാമത്തെ ബുക്കാണ് എന്ന് പറയുന്നത്. ശിവ ട്രയോളജി താഴത്തു കൂടി ഉണ്ടെന്നാലും മെലൂഹിയിലെ ചിരഞ്ജീവികളും നാഗന്മാരുടെ രഹസ്യം കഴിഞ്ഞിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് അമീഷ് ത്രിപതിയുടെ ഈ ഒരു ഫ്രാഞ്ചൈസിയിലത്തെ, അല്ലെങ്കിൽ ഈ ഒരു ട്രയോളജിയിലത്തെ അവസാനത്തെ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ബുക്ക് വായിക്കാതെ ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതായത് ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ട്രയോളജിയുടെ തന്നെ മൊത്തത്തിലുള്ള ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, നമ്മുടെ മഹാദേവൻ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ ഇത് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ തൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന കൂടുതൽ പാഠങ്ങൾ, അതെങ്ങനെ അദ്ദേഹത്തെ ഒരു ദൈവമാക്കുന്നു എന്നിങ്ങനെ വളരെയധികം രസകരമായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു മാൻ ടു ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ല, അത് വളരെയധികം മനോഹരമായിട്ട് ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പുസ്തകത്തിനെ വഴിയിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ, ഈ ട്രയോളജിയുടെ റിവ്യൂ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയോളജി അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ കിടുവാണ്. ഇതിൻ്റെ ആർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്, ക്യാരക്ടർ ആർക്കുമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു ബുക്കിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയുള്ള റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രയോളജിയുടെ സെപ്പറേറ്റ് റിവ്യൂ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രയോളജിയുടെ ഓവറോൾ ഈ ഒരു ക്യാരക്ടർ അനാലിസിസും അതുപോലെ തന്നെ അതൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഈ അമീഷ് ത്രിപതിയുടെ ബുക്കുകളുടെയൊക്കെ അനാലിസിസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ബുക്കുകളൊക്കെ വായിച്ചു തരുന്നു ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രയോളജിയിലേക്ക് അനാലിസിസും അങ്ങാനും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ടൈം എടുത്തിട്ടായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
ഈ ഒരു പുസ്തകത്തിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു ബുക്കിൻ്റെയും പോലെ അല്ലെങ്കിൽ അമീഷ് ത്രിപതിയുടെ ഏതൊരു ബുക്കിനെയും പോലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം കിടുവാണ്. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന രീതി ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു അവസാനത്തിൽ നിന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് 2 അവസാനിച്ചെടുത്തു നിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ വെച്ചിട്ട് അവസാനിച്ചെടുത്തു നിന്ന് പിന്നെ തുടങ്ങുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേണും അതുപോലെ തന്നെ അത് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നൊരു ആ ഒരു യുദ്ധത്തിൽ ഇതിൽ മെയിനായിട്ട് കൂടുതൽ സംഭവങ്ങളും യുദ്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വായുപുത്രന്മാരുടെ തേടിപ്പോകുന്ന സീക്വൻസുകളും അതുപോലെ തന്നെ വായുപുത്രന്മാരുടെ സ്ഥലത്തെത്തുന്ന ശിവൻ അത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീടാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വരുന്ന രീതിയും അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മിഡിലിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ ചില അധ്യായങ്ങളൊക്കെ ഇതിൽ ടോട്ടലായിട്ട് 54 അധ്യായങ്ങളുണ്ട്, അതുപോലെ തന്നെ 550 പേജുകളുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്കൊരു ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ചിലതൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് എൻഡിങ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വലിച്ചു നീട്ടുന്ന പോലെയോ അല്ലെങ്കിൽ കുത്തിക്കയറ്റുന്ന പോലെയൊക്കെ ചില സമയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവനും സതിയായിട്ടുള്ളൊക്കെ ബോണ്ട് കാണിക്കാനും അതുപോലെ ശിവനും അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള ബോണ്ടൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് കുറച്ച് രംഗങ്ങൾ ഒന്ന് അല്ലെങ്കിൽ ഡയലോഗ്സൊക്കെ ഒന്ന് കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നി. പക്ഷേ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നൈസായിട്ട് ഈ രമേഷ് ത്രിപതിയുടെ ആ ഒരു രചനാശൈലിയൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രചനാശൈലിയൊക്കെ അറിയാം, നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ രചനാശൈലി എത്ര ബോറടിക്കുന്ന ഭാഗങ്ങളെ പോലും നല്ല രസമായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രചനാശൈലിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രചനാശൈലിയൊക്കെ വെച്ചുകൊണ്ട് നൈസായിട്ട് തന്നെ ഇദ്ദേഹത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ബോറടിയൊക്കെ നമുക്ക് തോന്നും, അവസാനിപ്പിക്കാറായില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു ചില ഭാഗങ്ങളൊക്കെ ക്യൂരിയസ് ആണ്. പക്ഷേ അവസാനത്തിൽ എത്തുമ്പോൾ ഒരു ദക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു അധ്യായമുണ്ട്, ഏത് ആൽമരുന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നമുക്ക് എത്ര 52ാമത്തെ അധ്യായമായിട്ടാണ് ഇത് വരുന്നത്. 10 പേജുള്ളൂ. പക്ഷേ അത് എനിക്ക് അത്രയ്ക്ക് ദക്ഷൻ്റെ ആ ക്യാരക്ടറിനൊന്ന് ആ ഒരു ക്യാരക്ടറിൽ ആ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് കാണിക്കാനും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെയാണ് അത് കാണിച്ചത്. പക്ഷെ അത് അത്രയ്ക്ക് അനാവശ്യമായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. അവസാന ഭാഗത്തോട് എത്തിയപ്പോൾ എന്തിനാണ് ഈ അധ്യായം എന്നുള്ള പോലെ ഫസ്റ്റൊക്കെ വായിച്ചപ്പോൾ തോന്നി. പിന്നെ ലാസ്റ്റൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ലാസ്റ്റത്തെ അധ്യായമൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ക്ലൈമാക്സിലേക്ക് ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊരു ഫൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നായകനും വില്ലനും തമ്മിലുള്ള ഫൈറ്റ്, ഒരു വില്ലനിപ്പോൾ ഇയാളല്ലാണ്ട് വേറെ വല്ല വില്ലൻ അങ്ങനെ വന്ന് ഈ ഒരു നായകൻ വില്ലൻ തമ്മിലുള്ള ഫൈറ്റ്, അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഇത് വേറൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ടച്ചുള്ള ഒരു കഥയാണ്. അതായത് ഒരു നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു മാൻ ടു ഗോഡ് എന്നുള്ള പോലെ. അപ്പോൾ സിനിമയിൽ കുറേ സിനിമകളിലൊക്കെ അങ്ങനത്തെ കഥ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വില്ലനെ അടിച്ചു തോൽപ്പിക്കുന്ന ദൈവമാകുന്നു എന്നുള്ള പോലെ ആണ് കാണിക്കുക. പക്ഷേ അല്ലെങ്കിൽ ബുക്കുകളിലായാലും മിക്കതിലും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രൈ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് ഞാൻ പറയുന്നില്ല, അതാണ് ഈ പുസ്തകത്തിനെ അല്ലെങ്കിൽ ഈ ട്രയോളജി വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ഫാൻറ്റസി സ്റ്റോറീസിൻ്റെ അല്ലെങ്കിൽ മിത്തോളജി സ്റ്റോറീസിൻ്റെ ഒക്കെ ഫാനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രക്ഷകൻ ദ വൺ എന്നൊക്കെ പറയില്ല, അതായത് ഒരു മെലൂഹ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ രക്ഷിക്കാൻ വരുന്ന ഒരു ആളായിട്ടാണ് ശിവനയിൽ ഫസ്റ്റത്തെ ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. പിന്നെ അദ്ദേഹം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അതുമൂലം ഉണ്ടാകുന്ന പാഠങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒരു ദൈവമാവുന്നത്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടും, അതായത് മിത്തോളജിയും ഡിവോഷണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സൊന്നും ഉൾക്കൊള്ളിക്കാതെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രചനാശൈലിയാണ് ഈ പുസ്തകത്തിനുള്ളത്. പൊളിയാണ് ഇത്. ഈ 3 പുസ്തകങ്ങളും വായിച്ചു കഴിയുമ്പോൾ, ഈ 3 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പുസ്തകം പിന്നെ നാഗന്മാർ രഹസ്യം വായിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതും വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സീരീസൊക്കെ കണ്ടു തീർത്തൊരു ഫീല് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ്. ഞാൻ കൂടുതൽ
വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ട്രയോളജിയുടെ മൊത്തത്തിലുള്ള റിവ്യൂ അല്ല. അപ്പോൾ ഈ ഒരു ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ട്രയോളജിയും ഈ 3 ബുക്കും ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഉറപ്പായിട്ടും വായിച്ചിരിക്കുക. മസ്റ്റ് റീഡാണ്. ഇതൊക്കെ ബുക്ക് സെറ്റായിട്ട് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത ബുക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു ത്വരയായിരിക്കും നിങ്ങൾക്ക് കയറുക. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ 3 പുസ്തകങ്ങളും. ഈ 2 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പുസ്തകം വായിക്കുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 395 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ വില ഒരു 500 അടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പണ്ടത്തെ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വായിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു 2 ബുക്കുകൾ വെച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ 2 ബുക്കുകൾ വെച്ചിട്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഇതിലെ ഇത്തിരി കുഞ്ഞൻ എന്ന് പറയുന്ന നോവലാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ആ ഒരു നോവലിനെ വെച്ചിട്ട് ഇത്തിരി കുഞ്ഞിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വായന തുടങ്ങുന്നവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ല ഫീൽ ഗുഡ് കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും നല്ല ഒരു സ്ട്രെസ് റിലീഫായിട്ടൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ എൻ്റർടൈൻമെൻറ്റായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള കഥകളൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വായിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഥയാണ് ഈ ഒരു ഇത്തിരി കുഞ്ഞൻ എന്ന് പറയുന്നത്. കുറച്ച് പേജസും കൂടി ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാൻ പറ്റിയൊരു കഥയാണ് ഇത്തിരി കുഞ്ഞൻ. അപ്പോൾ പിന്നെ ഈ ഒരു വായുപുത്രന്മാരുടെ ശബ്ദം എന്ന് പറയുകയാണെങ്കിൽ ശിവ ട്രയോളജിയൊക്കെ വായിച്ച് നല്ല ഇൻട്രസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഈ പുസ്തകം കൂടി വായിച്ചാലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ ശരിക്ക്. അപ്പോൾ ഈ ശിവ ട്രയോളജിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഉറപ്പായിട്ടും വായിച്ചിരിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഈ വായുപുത്രന്മാരുടെ ശബ്ദം. ശിവ ട്രയോളജിയിലെ ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചിരുന്ന 2 ബുക്കുകൾ വായിച്ചിട്ട് തന്നെ ഈ ഒരു ബുക്ക് വായിക്കുക. അപ്പോൾ അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസോ അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ടു തീർത്താൽ ഒരു ഫീലായിരിക്കും ഈ ഒരു പുസ്തകത്തിൻ്റെ ഈ ഒരു ട്രയോളജിയൊക്കെ വായിച്ചു തീർത്താൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോവല് അല്ലെങ്കിൽ ഈ ഒരു ശിവ ട്രയോളജി ഒരു മൊത്തത്തിലൊരു ആപ്റ്റായുള്ളത് കുറച്ച് ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി റിലേറ്റഡുള്ള കഥകളും അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനത്തെ ഒരു മിത്തുകളും അതുപോലെ തന്നെ ഫോക്ക് ലോർ പോലത്തെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം വായിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ 2 പുസ്തകത്തിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഈ 2 പുസ്തകം ഉറപ്പായിട്ടും നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ നല്ല അടിപൊളി പുസ്തകങ്ങളാണ്. ഈ ഒരു പുസ്തകത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.4 ഔട്ട് ഓഫ് 10 ആണ്. ഈ ഒരു പുസ്തകത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.8 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തിന് ഈ ഒരു ഇത്തിരി കുഞ്ഞൻ എന്ന് പറയുന്ന പുസ്തകത്തിന് വെച്ചിട്ടും അതുപോലെ തന്നെ ഈ വായുപുത്രന്മാരുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകത്തിന് വെച്ചിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ 2 പുസ്തകങ്ങളെ വെച്ചിട്ടുള്ള നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ സജഷൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ വെച്ചിട്ടുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ഹൈപ്പ് ഓപ്ഷൻ എങ്ങാനും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കാണാം. അതൊരിക്കും ബൈ.